ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചിങ്ങാത്തോരനാണ്, അഥവാ പയറ് തോരൻ. അതിനുള്ള പയറ് ഞാൻ നമ്മുടെ കൊച്ചു ഗാർഡനിൽ നിന്ന് പറിക്കാൻ പോവുകയാണ്. പലതരത്തിലുള്ള പയറുണ്ട്. നീളമുള്ളതും നീളം കുറഞ്ഞതും ഗ്രീൻ കളറും വൈറ്റ് കളറും ഒക്കെ ഉണ്ട്. പർപ്പിൾ കളറിലുള്ള പയറും വളർന്നു വരുന്നുണ്ട്. അത് ഇപ്പം അത് പറിക്കാൻ പരുവമായില്ല. ഇത്രയും പയർ ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. ഇതിനിയും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണം. പയർ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനിയും നല്ലതുപോലെ അരിഞ്ഞെടുക്കണം. ഇത് 500 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. പച്ചമുളക്, ഗാർലിക്ക്, ഒരു ഒണിയൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പൊളിച്ച് ചേർക്കുന്ന പയറുണ്ടായിരുന്നു. അതിൻ്റെ അരിയാൻ കൊള്ളാത്ത മൂത്ത പയർ ഇതുപോലെ പൊളിച്ചെടുക്കണം. അതുമുണ്ട്. പയർ ഈ വിധത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയുക. കട്ടിംഗ് ബോർഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അരിയാനുള്ള ഐറ്റങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. അതിലേക്ക് 1 കപ്പ് ഒണിയൻ ചോപ്പ് ചെയ്ത് ഇടുന്നു. നല്ലതുപോലെ 1 കപ്പ് ഫ്രഷ് കോക്കനട്ട്, മഞ്ഞൾപ്പൊടി 1 പിഞ്ച് ചേർത്തിട്ടുണ്ട്. കറി ലീഫ് 1 തണ്ട് ഇടുന്നു. പാകത്തിന് സോൾട്ട് ചേർക്കുക. നല്ലതുപോലെ ഈ കൂട്ട് മിക്സ് ചെയ്യുക. പൊളിച്ച പയറൂടെ ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ. അരിഞ്ഞ കൂട്ട് ഒരു പോട്ടിലേക്കിട്ട് ½ കപ്പ് വെള്ളം ഒഴിക്കുന്നു. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ച് കുക്ക് ചെയ്യുക. വറുത്ത് ചേർക്കാനുള്ള ഐറ്റങ്ങളാണ് ഈ ഇരിക്കുന്നത്. തോരൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തോരൻ വെന്ത് വെള്ളം പറ്റിയെങ്കിൽ സ്റ്റൗവിൽ നിന്ന് മാറ്റുക. തോരന് വറുത്ത് ചേർക്കാനായി കടുക് വറുത്തിട്ട് ഒണിയൻ, കറി ലീഫ്, വറ്റൽമുളക്, ജീരകം ഇവ വറക്കുന്നു. ഈ കൂട്ട് ലൈറ്റ് ബ്രൗൺ ആക്കുക. വറുത്ത കൂട്ടിലേക്ക് തോരൻ ചേർക്കുക. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഉപ്പ് പോരായെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. കടുക് വറുത്തതിന് ശേഷം തോരൻ വെച്ച് എടുക്കാവുന്നതാണ്. പയറുമണികൾ നല്ലതുപോലെ വെന്ത് കിട്ടാനാണ് ഈ വിധത്തിൽ ചെയ്യുന്നത്. 2 വിധത്തിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിക്കുന്ന വെജിറ്റബിളൊക്കെ ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സമയമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പയറു തോരൻ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.